ഹലോ മക്കളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ചാപ്റ്റർ 2ലുള്ള 27 മുതൽ 32 വരെ 27 മുതൽ 32 വരെയുള്ള നമ്പേഴ്സിൻ്റെ പേജ് നമ്പറാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിലെ വർക്കുകളൊക്കെ ഒന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10? അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര സംഖ്യകളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം എന്താ കൊടുത്തിട്ടുള്ളത്? ബിറ്റ്വീൻ 100 ആൻഡ് 200, 100നും 200നും ഇടയിൽ. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇവിടെ തന്നെ ചെയ്ത് നോക്കുക. അപ്പം 100നും 200നും ഇടയിൽ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. കൂട്ടിയാൽ എത്ര കിട്ടണം? എത്ര ടോട്ടൽ സമ്മ് 10 കിട്ടുന്ന നമ്പേഴ്സാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. കൂട്ടിയാൽ 10 കിട്ടണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫസ്റ്റത്തത് എളുപ്പത്തിനാണ് പറഞ്ഞത്. ഒന്നാമത്തെ സംഖ്യ 100നും 200നും എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സംഖ്യ ഏതാണ്? 100നും 200നും ഇടയിലല്ലേ. അപ്പോൾ 200ൻ്റെ മേലോട്ടും പോവില്ല, 100ൻ്റെ താഴോട്ടും വരില്ല. അപ്പോൾ 1 ആണ് ഒന്നാമത്തെ സംഖ്യ. പിന്നെയോ 100നും 200നും എന്ന് പറയുമ്പോൾ 1നോട് എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? അപ്പോൾ തൊട്ടടുത്തുള്ള സംഖ്യ ആവല്ലോ. 101 ആവുമ്പോൾ 1 on 1 ആവുമ്പോൾ എന്താണ്? 101 ആവുമ്പോൾ ഇവിടെ 1 ഇവിടെ 1, അപ്പോൾ 2 അല്ലേ ആവുള്ളൂ. ഇവിടെ 2 വന്നാൽ ഇവിടെ 2 വന്നാൽ 3 ആവും. ഇവിടെ 4 വന്നാൽ മൊത്തം 5 ആവും. അങ്ങനെയല്ലേ. അപ്പോൾ എത്ര വരണം ഇവിടെ? 9 വരണം അല്ലേ. 9 വന്നാൽ എന്തായി? ഇവിടുത്തെ 9ഉം ഇവിടുത്തെ 1ഉം കൂടെ 10 ആയി അല്ലേ. അപ്പോൾ ഫസ്റ്റ് സംഖ്യ എത്രയാണ്? 109. അപ്പോൾ ഇതാ 1ഉം 9ഉം 10. അപ്പോൾ ഇത് ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടണം കേട്ടോ. അപ്പോൾ 0 10നോട് 0 കൂട്ടിയാൽ 10 തന്നെയല്ലേ. അടുത്തത് എത്രയാണ്? ഇവിടെ 1 തന്നെ സെയിം. ഇവിടെ എത്രയാണ്? 9 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ നോക്കാൻ എളുപ്പത്തിന് 0 കഴിഞ്ഞാൽ 1 ഇടുക. ഇവിടെയോ 9ൻ്റെ ബാക്കോട്ട് 8, 1 1 8, 118 വരുന്നത്. അടുത്തത് എങ്ങനെ എഴുതാം? ഇത് സെയിം. അടുത്തത് 2 ഇടുക, ഇവിടെ കുറയ്ക്കുക 7. സിമ്പിൾ അല്ലേതാ? ഒന്ന് ഓർത്തിങ്ങനെ വെച്ചാൽ മതി. ബാക്കോട്ട് ഇതിങ്ങനെ അടുത്തടുത്ത സംഖ്യ. ഇത് സെയിം, ഇത് ബാക്കോട്ട് 1 4. ഇവിടെ ഏതാ മക്കൾ പറഞ്ഞേ? 5. പിന്നെ 1 5. ഇവിടെ ഏതാ? 4. അടുത്തതോ 1 6 3. അടുത്തതോ 1 7 2. പിന്നെ 1 8. എത്രയാണ് വരിക? 1. പിന്നെ അടുത്തത് എത്രയാണ് വരിക? 1 8 1 കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ. എല്ലാം 1ഉം 8ഉം എത്രയാണ്? 9. 9ഉം 1ഉം 10. ഓക്കെ അല്ലേ. പിന്നെ എത്രയാണ് വരിക? 1 8 കഴിഞ്ഞാൽ എത്രയാ? 9. 1ൻ്റെ ബാക്കോട്ട് 0. അപ്പോൾ 1ഉം 9ഉം 10. റെഡി അല്ലേ. അപ്പോൾ ഇത്രയും സംഖ്യകളാണ് 100നും 200നും ഇടയിലുള്ളത്. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഈ ബോക്സിൽ എത്ര എഴുതാം? 10 എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾ 10 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് എത്രയാണ്? ബിറ്റ്വീൻ 200 ആൻഡ് 300. 200ൻ്റെ 300ൻ്റെ നടുവിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇടയിലുള്ളത്. അപ്പോൾ 200 പിന്നെ 300. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ എത്രയാണ്? ഫസ്റ്റത്തെ നമ്പർ എത്രയാണ്? 2. പിന്നെ 0 എഴുതുക. 2നോട് എത്ര കൂട്ടിയാലാ 10 ആവുക? 8. ഇനി അതുപോലെ ബേക്കടിക്കുക. 2 1 7 2 2 6 2 3 5 2 4 4 2 5 3 2 6 2 2 7 1. പിന്നെയോ 2 8 0. ഇത്രയല്ലേ വരുള്ളൂ. 8ഉം 2ഉം കൂട്ടിയാൽ 10, 2 7ഉം കൂട്ടിയാൽ 9, 9ഉം 1ഉം കൂട്ടിയാൽ 10, 2ഉം 6ഉം കൂട്ടിയാൽ 8, 8ഉം 2ഉം കൂട്ടിയാൽ 10. അതുപോലെ ഇപ്പോൾ മനസ്സിലായില്ലേ. ഇവിടുത്തെ ഫസ്റ്റ് സംഖ്യ 2 സെയിം, അടുത്ത സംഖ്യ 1 2 3 4 അങ്ങനെ കൂട്ടി പോവുക. ഇത് 8 7 6 5 എന്ന് ബാക്കോട്ട് 0 വരെ പോവുക. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ഇത് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ രണ്ടാമത്തെ ബിറ്റ്വീൻ 200 ആൻഡ് 300 എന്നുള്ള ബോക്സിൽ മക്കൾ 9 എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ 10 10 എന്ന് എഴുതാം. ഇവിടെ 9 9 എന്ന് എഴുതി കൊടുക്കാം.
അടുത്തത് എത്രയാണ്? 300-ൻ്റെയും 400-ൻ്റെയും നടുവിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. 300, 400. അപ്പോൾ 3 സെയിം 3 എഴുതുക, 0 എഴുതുക. 3നോട് എത്ര കൂട്ടിയാലാണ് കിട്ടുക? 7 അല്ലേ? പിന്നെ 3, 1, 6, 3, 2, 5, 3, 3 ഇവിടെ എത്രയാ? 4 ബാക്കോട്ട്. പിന്നെ ഇവിടെ 3 കഴിഞ്ഞാൽ 4, 4ൻ്റെ ബാക്കോട്ട് 3. പിന്നെ ഇവിടെ 3 തന്നെ സെയിം, 4 കഴിഞ്ഞാൽ 5, 3ൻ്റെ ബാക്കോട്ട് 2. പിന്നെ ഇവിടെ 3, 5 കഴിഞ്ഞാൽ 6, 2ൻ്റെ ബാക്കോട്ട് 1. പിന്നെ ഇവിടെ 3, 7, 0. ഇത്രയും. അപ്പോൾ എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 ആണ് മൂന്നാമത്തെ കള്ളിയിൽ. അപ്പോൾ ആദ്യം നമുക്ക് 10 കിട്ടി. പിന്നെ 100-നും 200-നും ഇടയിൽ 10, 200-നും 300-നും ഇടയിൽ 9, 300-നും 400-നും ഇടയിൽ 8. അങ്ങനെയല്ലേ കിട്ടിയത്? അപ്പോൾ 3 ബോക്സിൽ നിങ്ങൾ അങ്ങനെ എഴുതുക. ലാസ്റ്റ് എന്താ ചോദിച്ചത്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ ഓൾ? അപ്പോൾ മൊത്തമായിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പർ, എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൊത്തം കണ്ടുപിടിക്കണം, 1000 വരെയുള്ളത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അല്ലേ? 100-നും 200-നും ഇടയിൽ 10, 9, 8. അപ്പം ഇപ്പം 300-നും 400-നും അല്ലേ കണ്ടുപിടിച്ച്. അപ്പം 500-നും 600-നും അല്ല 400-നും 500-നും ഇടയിൽ 7 എണ്ണം, 500-നും 600-നും ഇടയിൽ 6 എണ്ണം, പിന്നെ 600-നും 700-നും ഇടയിൽ 5 എണ്ണം, 700-നും 800-നും ഇടയിൽ 8 അല്ല 5, 6, 4 എണ്ണം, 800-നും 900-നും ഇടയിൽ എത്ര എണ്ണം വരും? 3 എണ്ണം, 900-നും 1000-നും ഇടയിൽ 2 എണ്ണം. അപ്പോൾ മൊത്തം എത്രയാണ്? മൊത്തം കൂട്ടുക. 10ഉം 9ഉം 10 + 9, 19, 19 + 8 എത്രയാ വരിക? 27, 27 + 7 എത്ര വരും? 34. പിന്നെ 40, 45, 49. പിന്നെയോ 50, 51, 52, 53, 54. അപ്പോൾ 54 ആണ് കേട്ടോ കിട്ടുക. 5 അല്ല 54 കിട്ടും. ഒന്ന് കൂട്ടി നോക്കിക്കേ ഇതുപോലെ. അപ്പോൾ മനസ്സിലായോ മക്കൾക്ക്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐ ഹാവ് 100 rupee ആൻഡ് 10 rupee ആൻഡ് 10 rupee notes and also 1 rupee coins. This make 456 rupees. What is the minimum number of notes and coins which make up 456 rupees? അതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ കൈവശം 100 രൂപ, 10 രൂപ നോട്ടുകളും 1 രൂപ നാണയങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് 456 456 രൂപയുണ്ട്. ഏറ്റവും കുറഞ്ഞത് എത്ര നോട്ടുകളും നാണയങ്ങളും ചേർന്നാലാണ് 456 രൂപയാകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്? 100 rupee നോട്ട്സും 10 rupee നോട്ട്സും പിന്നെ 1 rupee കോയിനും ആണല്ലോ ഉള്ളത്. അപ്പോൾ സിമ്പിൾ അല്ലേ? ഈ 456 അല്ലേ? 456 എത്ര 100 നോട്ട് ഉണ്ടാവും? 400s. അപ്പം നമുക്ക് എന്തെഴുതാം? 400s. പിന്നെയോ എത്ര 10 rupees നോട്ട് ഉണ്ട്? 5. അപ്പം നമുക്ക് 5 10s. പിന്നെ എത്ര 1 rupees ഉണ്ടാവും? 6 1s. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്താ എഴുതുക? 400s, 5 10, 6 1s എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 rupee നോട്ട്സ് 8 10 rupee നോട്ട്സ് ആൻഡ് 5 1 rupee കോയിൻസ് മേക്ക്? അതായത് 6 100 രൂപയും 8 10 രൂപയും 5 1 രൂപയും ചേർന്നാൽ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്? 6 100 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 അല്ലേ? 600. 8 10 രൂപ എന്ന് പറയുമ്പോൾ 8 10s എന്ന് പറഞ്ഞാൽ 80. പിന്നെയോ 5 1 രൂപ അല്ലേ? 5 1 rupee ചേർന്നാൽ 5 തന്നെ. അപ്പോൾ എത്രയാണ്? 685. അപ്പോൾ ആ ബോക്സിൽ നമുക്ക് എന്തെഴുതി കൊടുക്കാം? 685. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് അബൌട്ട് 400 rupee നോട്ട്സ് ആൻഡ് 9 1 rupee കോയിൻസ്? അതായത് 4 100 രൂപയും 9 1 രൂപയും ചേർന്നാലോ? 4 100 രൂപ എത്രയാണ്? 400 rupee നോട്ട്സ് എത്രയാണ്? 400 അല്ലേ? അതിലേക്ക് 9 1 rupee കോയിനും കൂടെ ചേർന്നാൽ 409 അല്ലേ വരിക? അപ്പം എങ്ങനെ എഴുതാം?
409 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? 300 നടുവിലൊരു റൗണ്ടിൽ എഴുതിയിട്ടുണ്ടല്ലേ, 300 രൂപ എന്ന്. പിന്നെ സൈഡിൽ എന്ത് തന്നിട്ടുണ്ട്? 300 റുപ്പീസ്, അതായത് 300 രൂപ. പിന്നെ ഒക്കെ ഡാഷ് ഇട്ടിട്ടാലേ എഴുതിയിട്ടുള്ളത്. ഡാഷ് 50 റുപ്പീസ്, ഡാഷ് 5 റുപ്പീസ്, ഡാഷ് 1 റുപ്പി, ഡാഷ് 10 റുപ്പീസ്, ഡാഷ് 20 റുപ്പീസ്. അപ്പോൾ ഏതൊക്കെ എത്ര എണ്ണം കൂടിയാലാണ് 300 ആവുക, 300 രൂപ ആവുക എന്നാണ് എഴുതേണ്ടത്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ 100 രൂപ ചേർന്നാൽ 300 രൂപ അല്ലേ, 300 റുപ്പീസ് ചേർന്നാൽ 300 ആയി. ഇനി 10ൻ്റെ എത്ര രൂപ വേണ്ടി വരും? 10ൻ്റെ എത്ര നോട്ട് വേണ്ടി വരും 300 രൂപ ആവാൻ? 100 ആവാൻ എത്ര എണ്ണം വേണം? 10 എണ്ണം അല്ലേ, 10 10 അല്ലേ 100. അപ്പോൾ അതുപോലെ 200 ആവാൻ 20 എണ്ണം വേണം. അപ്പോൾ 300 ആവാനോ? 30 എണ്ണം വേണം. പിന്നെയോ ഡാഷ് 20 റുപ്പീസ് തന്നിട്ടുണ്ട്, ഡാഷ് 20 രൂപ എന്ന്. അപ്പം 100ൽ എത്ര 20 ഉണ്ട്? 20, 40, 60, 80, 100. അപ്പം എത്രയാ ഉള്ളത്? 520 റുപ്പീസ് ആണല്ലേ ഉള്ളത്. അപ്പം ഒരു 100ൽ 520 റുപ്പീസ് ആണെങ്കിൽ 200ൽ എത്രയാണ്? 1020 റുപ്പീസ്. അപ്പോൾ 300ലോ 1520 റുപ്പീസ്. ഓക്കെ അല്ലേ? 5, 10, 15. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് എത്രയാണ്? ഡാഷ് 50 റുപ്പീസ്, ഡാഷ് 50 രൂപ അല്ലേ. അപ്പം 100ൽ എത്ര 50 ഉണ്ട്? 2. അപ്പം 200ൽ 4, 300ൽ 6. അപ്പം നമുക്ക് അവിടെ എന്തെഴുതാം? 650 റുപ്പീസ് എന്ന് എഴുതാം. അടുത്തത് എന്താണ്? ഡാഷ് 5 റുപ്പീസ്, 5 രൂപ എത്ര ഉണ്ട് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ 10ൽ നേരത്തെ നമ്മൾ 100ൽ 100ൽ 10 റുപ്പീസ് എത്രയായിരുന്നു? 10 ആയിരുന്നു അല്ലേ. 10 10 അല്ലേ 100. അപ്പോൾ അതിൽ ഓരോ 10ലും 2 5 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 100ൽ 25 റുപ്പീസ് ആണുള്ളത്. അപ്പോൾ 200ൽ 45 റുപ്പീസ്. അപ്പോൾ 300ൽ 65 റുപ്പീസ്. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് എത്രയാണ്? ഡാഷ് 1 റുപ്പീസ്, ഡാഷ് 1 രൂപ. 1 രൂപ എത്രയാണ് 300 രൂപയിൽ? 300ൽ 300 അല്ലേ. 10 രൂപയാണെങ്കിൽ 10 1 രൂപ വേണ്ടേ. അതുപോലെ 300 രൂപയാണെങ്കിൽ 300 1 രൂപ. 300 1 റുപ്പീസ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്തെഴുതാം? 300 1 റുപ്പി എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് കോർണർ PTA. ഡാഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ബനാനാസ്, ടുമോറോസ് കോർണർ PTA ഹീസ് ഹിയർ. അപ്പം മോള് പറയാണ് അച്ഛാ വരുമ്പോൾ പഴം വാങ്ങണേ, നാളെ PTA ഇവിടെ വെച്ചല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഫാദർ ബോട്ട് 6 കിലോഗ്രാം ഓഫ് ബനാനാസ് ഫോർ ദ കോർണർ PTA. അച്ഛൻ കോർണർ PTAക്ക് വേണ്ടി 6 കിലോഗ്രാം പഴം വാങ്ങി. ദ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ബനാനാസ് ഈസ് 50 റുപ്പീസ്. അപ്പോൾ 1 കിലോഗ്രാം ബനാനയ്ക്ക് 50 റുപ്പീസാണ്, 50 രൂപയാണ്. ഫാദർ ഗേവ് എ 500 റുപ്പി നോട്ട്. ഫാദർ എത്ര രൂപയാണ് കൊടുത്തത്? 500 രൂപ അല്ലേ. 500 റുപ്പി നോട്ടാണ് കൊടുത്തത്. ഗോട്ട് 3 നോട്ട്സ് ഇൻ ഡിഫറെൻറ്റ് ഡെനോമിനേഷൻസ് ബാക്ക്. അപ്പം ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്? 3 തരം നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് നോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത് നോക്കിയാലോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം കേട്ടോ. അത് 3 തരം നോട്ടുകളാവണമെന്നേ ഉള്ളൂ. അപ്പോൾ 6 കിലോഗ്രാം പഴത്തിന് എത്ര രൂപയായിട്ടുള്ളത്? 50 രൂപയാണല്ലേ 1 കിലോഗ്രാമിന്. അപ്പോൾ 2 കിലോഗ്രാമിന് എത്രയാണ്? 100. 3 കിലോഗ്രാമിന് 150. 4 കിലോഗ്രാമിന് 200. 5 കിലോഗ്രാമിന് 250. 6 കിലോഗ്രാമിന് 300 അല്ലേ. അപ്പോൾ 500 രൂപ 500 കടയിൽ കൊടുത്താൽ 300 എടുത്തിട്ട് ബാക്കി എത്രയാണ് ഉണ്ടാവുക? 200. നമുക്ക് ഫസ്റ്റ് ഒരു 100 റുപ്പി നോട്ട് 1 എഴുതാം. പിന്നെയോ 20 റുപ്പീസ് നോട്ട് ഒരു 3 എഴുതാം. അതുപോലെ തന്നെ 10 റുപ്പീസിൻ്റെ നോട്ട് 4 എഴുതാം അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് 4 ഡിഫറെൻറ്റ് നോട്ടുകളാണെങ്കിലോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബുദ്ധി വെച്ചിട്ട് എഴുതാം കേട്ടോ. ഏത് നോട്ടും ആവാം, 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആവണം എന്നേ ഉള്ളൂ. അപ്പോൾ മിസ്സ് ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. ഇവിടെ 50 1 എടുത്തു, അപ്പോൾ 50 ആയി. 25 എടുത്തു, അപ്പോൾ 150 ആയി. 10 4 എടുത്തു, അപ്പോൾ 190 ആയി. പിന്നെ 5 റുപ്പീസ് 2 എണ്ണം എടുത്തപ്പം 200 ആയി കേട്ടോ. ഓക്കെ അല്ലേ. നിങ്ങൾക്കിത് വേറെ രീതിയിലൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഡ്രാഗൺ. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദ പാർക്ക്. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി അല്ലേ. ഹിയർ ഈസ് എ ഡ്രാഗൺ, ലെറ്റ്സ് പ്ലേ വിത്ത് ഇറ്റ്. ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്കതിൽ കളിക്കാമെന്ന് പറയാണ്. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് ഓൺ ദ ഡ്രാഗൺ. അപ്പം ഡ്രാഗണിൽ തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം.
അപ്പോൾ എങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 898, 899. അപ്പോൾ 8 കഴിഞ്ഞ് 99 കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത 100 ആണല്ലേ. അപ്പോൾ 900, 901, 902, 903, 904, 905, 906, 907, 908, 909, 910. പിന്നെ 911, 912, 13, 14, 15, 16, 17, 18. 918 വരെയാണ് കേട്ടോ അവിടെ ഓരോ കളങ്ങളിലായിട്ട് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? റീഡ് ആൻഡ് റൈറ്റ് ദീസ് നമ്പർ. ഇത് വായിച്ചിട്ട് ആ നമ്പർ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 899, 899. എങ്ങനെ എഴുതും? 8, 9, 9. പിന്നെയോ അടുത്തത് 900. എങ്ങനെ എഴുതുക? 900. 900 എന്ന് പറയുമ്പോൾ 9, 0, 0. പിന്നെ 901, 901 എങ്ങനെ എഴുതുക? 9, 0, 1 അല്ലേ. പിന്നെ 990 എങ്ങനെ എഴുതും? 990 എന്ന് 9, 9, 0. പിന്നെയോ 995 എങ്ങനെ എഴുതുക? 9, 9, 9, 5. പിന്നെ 998, 9, 9, 8. ഓക്കെ അല്ലേ? അടുത്ത പേജിൽ എന്താണ് വർക്ക്? ബ്രദേഴ്സ് ഗിഫ്റ്റ് ആണ് അല്ലേ. മിൻഹാസ് ബ്രദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. മിൻഹക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. എ മാപ്പ് ഷോയിങ് ദ റിവേഴ്സ് ഓഫ് കേരള. ഷീ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച്. കേരളത്തിലെ നദികൾ അടയാളപ്പെടുത്തിയ ചിത്രം അവൾക്ക് സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടു. സീ ഹൗ ദേ ഹാവ് ടാബുലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് their lengths. Then write the answers to the question below. കേരളത്തിലെ നദികളുടെ പേരും അവയുടെ നീളവും അവർ പട്ടികയിൽ എഴുതിയത് നോക്കൂ. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഇവിടെ ഒരു കേരളത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ദാ റിവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട് അല്ലേ. നദിയുടെ പേരും നീളവും തന്നിട്ടുണ്ട്. ഇതിൽ നോക്കിയിട്ട് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നമ്പർ കൂടിയത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ദാ പെരിയാർ 244 അല്ലേ, 244. പിന്നെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? 56 ഉണ്ട്. അതിലേക്കാട്ട് കുറഞ്ഞതുണ്ടോ? 16 ഉണ്ട് അല്ലേ. അപ്പോൾ മഞ്ചേശ്വരം പുഴ 16 ആണ് രണ്ടാമത്തെ ബോക്സിൽ എഴുതേണ്ടത്. പിന്നെ ചാലിയാറിനേക്കാൾ നീളം കൂടിയ എത്ര നദികളാണ് പട്ടികയിലുള്ളത്? നീളത്തിനനുസരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. ചാലിയാർ എത്രയാണ്? ചാലിയാർ 169 ആണ് അല്ലേ. അതിനെക്കാട്ടിലും നീളം കൂടിയ നദികളാണ് പട്ടികയുള്ളതെന്ന് ചോദിച്ചത്. അപ്പോൾ 169 കൂടുതലാണോ 16? അല്ല അല്ലേ. 110 അല്ല, 209. ഭാരതപ്പുഴ ഉണ്ട്. അപ്പോൾ ഒന്ന് 209 എഴുതി വെക്കാം. പെരിയാർ 244 എഴുതി വെക്കാം. പിന്നെ പമ്പയാർ 176 എഴുതി വെക്കാം. പിന്നെയോ അച്ഛൻ കോവിലാർ അതിനെക്കാട് കൂടുതലല്ല അല്ലേ. അപ്പോൾ ആകെ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എത്ര എഴുതാം? 244, 209, 176, 169, 244, 209, 176, 169. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ ചാപ്റ്ററിലുള്ള ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നോ നോക്കാനുള്ളതാണ്. അപ്പോൾ പാറ്റേൺ കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. പാറ്റേൺ പൂർത്തിയാക്കാനാണ്. 11, 22, 33, 44. പിന്നെ ഇത് വരണം 55, 66 അല്ലേ. പിന്നെയോ 150, 250, 350, 450, 550. അതൊന്നും മിസ് എഴുതി കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ തന്നെ എഴുതി നോക്കുക. 100, 101, 102, 106 അല്ല 100, 101, 103. പിന്നെ വന്നിട്ടുള്ളത് 106 ആണ്. അപ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് 1 കൂട്ടി, അപ്പോൾ 101 ആയി. പിന്നെ 2 കൂട്ടിയപ്പോൾ 103 ആയി. പിന്നെ 3 കൂട്ടിയപ്പോൾ 106 ആയി. ഇനിയിപ്പോൾ എത്രയാണ് കൂട്ടണ്ടേ? അപ്പം 3നോട് 3 അല്ലേ കൂട്ടി. ഇനി 4 കൂട്ടണം. അപ്പോൾ 110 ആണ്. പിന്നെ 5 കൂട്ടുമ്പോൾ 115. അങ്ങനെ കേട്ടോ. നമ്മൾ എപ്പോഴും ആ ഒരു വരിയുടെ പ്രത്യേകത നോക്കിയിട്ട് വേണം അടുത്ത് എഴുതാൻ. പിന്നെ 990, 980, 970. അപ്പോൾ ബാക്കോട്ടാണ് പോകുന്നത്. 960, 950. ഒന്നാമത്തത് അങ്ങനെ. പിന്നെ മൈ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പാറ്റേൺ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക കേട്ടോ. ഈ ചാപ്റ്ററിൽ ഒരുപാട് പഠിച്ചില്ലേ. 3 പാട്ടാക്കിയിട്ട് മിസ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെത്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക.
അടുത്തത് ഞാൻ ആരാണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് എന്താ, ഐ ആം എ 2 ഡിജിറ്റ് നമ്പർ. ഞാൻ 2 അക്ക സംഖ്യയാണ്. ലാർജർ ദാൻ 80, 80നേക്കാൾ കൂടുതലാണ്. പിന്നെയോ, ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. അതായത് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. അപ്പം ഞാൻ ആരാണ്, ഹൂ ആം ഐ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ അല്ലേ, 10കളുടെ സ്ഥാനത്ത് പറയുമ്പോൾ 2 അക്കല്ലേ ഉള്ളൂ, അപ്പോൾ 8 ആണ്. അപ്പോൾ 8നേക്കാൾ 1 കൂടുതൽ പറയുമ്പോൾ ഇപ്പുറത്ത് 9 ഇട്ട് കൊടുക്കാം. അപ്പോൾ 89 ആണ് ഒന്നാമത്തതിൻ്റെ ആൻസർ വരിക. അടുത്തത് എന്താണ്, 3 അക്ക സംഖ്യയാണ്, 3 ഡിജിറ്റ് നമ്പറാണ്. സം ഓഫ് ഡിജിറ്റ് ഈസ് 15. അതിൻ്റെ അക്കങ്ങളുടെ തുക 15 ആണ്. ദ ഡിജിറ്റ്സ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ് 100ാം സ്ഥാനത്തെ അക്കം. അപ്പോൾ 3 സംഖ്യകളുടെയും തുക 15 ആണ്. 3 സംഖ്യകളാണ്, 15 ആണ് തുക. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ് 100ാം സ്ഥാനത്തെ അക്കം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ്, ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ് അല്ലേ 100ാം സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 9 ഇട്ടാലോ. അപ്പോൾ 100കളുടെ സ്ഥാനത്ത് എത്രയാ ഇടുക, 1 അല്ലേ, 8 കുറവായിട്ട് 1. അപ്പോൾ 100കളുടെ സ്ഥാനത്ത് 1ഉം കിട്ടി. പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് 9ഉം കിട്ടി. അപ്പോൾ 1ഉം 9ഉം എത്രയാണ്, 10 അല്ലേ. അപ്പം അക്കങ്ങളുടെ തുക എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 15 ആണ്. അപ്പോൾ 1ഉം 9ഉം 10. പിന്നെ അതിനോട് നടുവിലത്തെ സംഖ്യ ടെൻസിൻ്റെ സ്ഥാനത്ത് എത്ര കിട്ടി, 5 അല്ലേ. അപ്പം 159, 159 ആണ് ആൻസർ വരിക. ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതൂ. ചോദ്യങ്ങൾ കൂട്ടുകാരുമായി കൈമാറി ഉത്തരങ്ങൾ കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, സ്കൂൾ സ്റ്റോർ. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 പെൻസിൽ. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിലുകൾ വേണം. മിൻഹ ഗേവ് 7 ബോക്സസ് ആൻഡ് 6 പാക്കറ്റ് ഓഫ് പെൻസിൽ. മിൻഹ 7 പെട്ടി പെൻസിലുകളും കൊടുത്തു, 6 പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു. ഒരു പെട്ടിയിൽ 100 പെൻസിലാണുള്ളത്, ഒരു പാക്കറ്റിലോ 10 പെൻസിൽസും ആണുള്ളത്. അപ്പോൾ ഹൗ മെനി മോർ ഷുഡ് ഷീ ഗിവ് ടു മേക്ക് ഇറ്റ് 950? ഇനി എത്ര പെൻസിലുകൾ കൂടി കൊടുത്താലാണ് 950 950 ആകുക? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, മിൻഹ 7 ബോക്സ് പെൻസിലല്ലേ കൊടുത്തത്. അപ്പോൾ ഒരു ബോക്സിൽ എത്ര പെൻസിലുണ്ട്, 100. അപ്പോൾ 7 × 100, 700 എത്രയാണ്, 700 ആണ് അല്ലേ. പിന്നെയോ 6 പാക്കറ്റ് പെൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പാക്കറ്റിലും 10 ആണ്. അപ്പോൾ അത് 60 ആയി. അപ്പോൾ 700ഉം 60ഉം 760. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുക, 950യിൽ നിന്നും 760 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി, 190 കിട്ടില്ലേ, 190 കിട്ടി. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, സപ്പോസ് 950 പെൻസിൽസ് ആർ ഗിവൺ ഇൻ ബോക്സസ് ആൻഡ് പാക്കറ്റ്സ്. 950 പെൻസിലുകൾ പെട്ടിയിലും പാക്കറ്റിലുമായാണ് കൊടുത്തതെങ്കിലോ പെട്ടികളുടെ എണ്ണവും പാക്കറ്റുകളുടെ എണ്ണവുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 900 ഉള്ളത് 9 പെട്ടികൾ കൊടുക്കാം, പാക്കറ്റുകളോ 5 പാക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. ഇനി 8 ബോക്സ് കൊടുത്തിട്ട് പിന്നെ 15 പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. 10, 100 എന്നുള്ള രീതിയിലാക്കിയിട്ട് എഴുതിയാൽ മതി. അടുത്തത് എന്താണ്, ഫിൽ അപ്പ് ദ ബ്ലാങ്ക് സർക്കിൾ. വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് 301, 401, 501, 601, 701. സിമ്പിൾ അല്ലേ. രണ്ടാമത്തതോ 299, 399, 499, 599, 699. പിന്നെ 300, 400, 500. സിമ്പിൾ അല്ലേ. 600, 700. ഓക്കെ അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ 3 പാർട്ടുകളായിട്ട് മിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചാപ്റ്ററിൽ കയറി നോക്കുക. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. മിസ്സിൻ്റെ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.